ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലത്തെ രാവിലെ ഞാൻ എടുത്ത വീഡിയോ കേട്ടോ. ചായ കച്ചവടം ചെയ്യണത് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലോ, വണ്ടി വെച്ചിട്ട് ചായ കച്ചവടം എന്ന്. അപ്പോൾ ഞാനത് ഇന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ടുള്ള ചായ കച്ചവടം എങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ആ ബോക്സ് കൊണ്ടുവയ്ക്കുന്നത് പിരിക്കാനാണ്. ചായ ഞാൻ സ്റ്റോളുമ്പോൾ വെച്ചിട്ടാണ് ഇപ്പോൾ കൊടുക്കൽ. 2 ബോക്സ് അപ്പുറം ഇപ്പുറം കൊണ്ടുപോയിടുമ്പോൾ ആളുകൾ വന്നിരുന്നോളും. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വണ്ടിയിൽ വെച്ചിട്ടുള്ള ചായ കച്ചവടം കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇന്നലെ ഞാനൊരു 11:45 കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് രാവിലെ വണ്ടി എടുത്ത് ഓടാൻ തുടങ്ങി. ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ എനിക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പുതിയ സ്റ്റാൻഡിനടുത്ത് ബ്ലൂ ഡയമണ്ട് മാളുണ്ട്. അപ്പോൾ അവിടത്തേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാനായിട്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. ഇവിടെ മുഴുവനായിട്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. നെസ്റ്റോലാണ് പോയത്. അവർക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയതല്ലേ. ഇന്നലെ പിന്നെ പെട്ടെന്ന് പോയതാട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ പൈസ ഒന്നും കരുതിയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അവിടെ വല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാങ്ങലുണ്ട്. മാളിലൊക്കെ ഇങ്ങനെ ആരെക്കൂടെങ്കിലൊക്കെ ഓർഡർ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്ക് പറ്റിയതൊക്കെ ഞാൻ മേടിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ നല്ല റേറ്റും ഉണ്ടാവും. ഞാൻ റേറ്റൊന്നും നോക്കിയില്ല. ജസ്റ്റ് അവിടെ പോയപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു, അത്രയേ ഉള്ളൂ. എന്തായാലും മക്കളെ രണ്ടാളെയും കൂട്ടിയിട്ട് ഒന്നവിടെ പോയി മൊത്തം കയറി കാണണം. ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ കുഞ്ചൂസിൻ്റെ പിറന്നാളിൻ്റെ അന്ന് ഞങ്ങൾ ഇവിടെയാണ് സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ പോകാൻ പറ്റിയില്ല. ഞാൻ ഈ മാളിലേക്ക് ഫസ്റ്റ് ഒരു പ്രായമുള്ള ഒരാളുടെ കൂടെ ഓട്ടം വന്നപ്പോഴാണ് ഈ ഒരു മാള് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് തന്നെ ഞാൻ അറിഞ്ഞത് കേട്ടോ. ഞാൻ ഈ ഒരു മാളിൻ്റെ മുമ്പിൽ കൂടി എപ്പോഴും വണ്ടി ഓടിച്ച് പോണത് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഞാൻ ഈ ഒരു മാൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഒരു ഓട്ടം പോയ സമയത്താണ് കണ്ടത്. പിന്നെ ഇതിലാണെങ്കിൽ കയറി കംപ്ലീറ്റ് കാണാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു ഓട്ടം പോയതുകൊണ്ട് അതിലൊന്ന് കയറാൻ പറ്റി. പക്ഷേ താഴത്ത് ആ ഒരു ഫ്ലോറിൽ മാത്രമേ നമ്മൾ കയറിയുള്ളൂ. നെസ്റ്റോയിൽ പോയി സാധനം വാങ്ങി ഇങ്ങോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മക്കളെ കൂട്ടിയിട്ട് കംപ്ലീറ്റ് പോയി കാണണം. എത്രയും പെട്ടെന്ന് പോയി കാണണം. ഇവിടെ തൊട്ടടുത്താണ്. അധികം സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും കണ്ടു പോരാലോ. ഇവിടൊക്കെ പിന്നെ പോയാൽ കുറേ ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സാധനങ്ങൾ കുറേ എടുത്തും പോവറിയാണ്ട്. എടുത്തും പോകുന്ന ഉദ്ദേശിച്ച് വേറെ ഒന്നുമല്ല. നമ്മളിപ്പോൾ ഒന്നും അധികം വാങ്ങില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി വരുമ്പോൾ ബില്ലടിക്കുമ്പോൾ അവർ വലിയൊരു പൈസയാവുക. ഞാൻ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഓട്ടം പോയിട്ട് ഞാൻ അവരെ കൂടെ വെറുതെ പോയതാണ്. പക്ഷേ ഞാൻ 800 രൂപയ്ക്കാണ് ഞാൻ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ വാലൻറ്റൈൻസ് ഡേ അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് കണ്ടോ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടപ്പോൾ ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. വന്നാലും ഞാൻ ചെറിയ ഭാഗങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്ക് ചായ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് വീണുന്നു ചങ്ങളുടെ കഷ്ണം. കുഴപ്പമുണ്ടോ? അപ്പോൾ ഒരു പഴംപൊരി ചായ വാങ്ങി തന്നു. മക്കൾക്ക് വാങ്ങണമെന്ന് വെച്ചപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അവർക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ ഓർത്തു എന്നും എണ്ണക്കടിയില്ലേ. അപ്പോൾ വരുമ്പോൾ അവിൽ വാങ്ങിയിട്ട് ഞങ്ങൾ തേങ്ങയും പഞ്ചസാരൊക്കെ ഇട്ട് കുഴച്ചു. ഞാൻ അവിലും ചായയും കഴിച്ചു. നന്ദു തേനോട് സൈക്കിൾ നന്നാക്കുക. നന്ദു സ്കൂളിൽ വന്ന് ഞാൻ പറഞ്ഞു തടി കുറയ്ക്കാനായിട്ട് സൈക്കിളിലോട്ട് വന്ന്. അപ്പോൾ അതിന് ചങ്ങല മാറ്റിയാൽ മതി നന്ദു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്ദു തേന ഞാൻ ഇന്ന് വരുമ്പോൾ ചങ്ങല വാങ്ങാൻ പൈസ കൊടുത്തപ്പോൾ അവൻ വാങ്ങി വന്നു. അവൻ തന്നെ മാറ്റുകയാണ്. കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പൈസയാവുമെന്ന് പറയുന്നത്. അപ്പോൾ എന്താവും അറിയില്ല, നോക്കട്ടെ. സക്സസ് ആവുമായിരിക്കില്ലേ നന്ദു. പിന്നെ കുഞ്ചൂസോടെ നല്ല തീറ്റയാണത്. തല കുമ്പിട്ടിരിക്കണേ. എടാ മുഖം കാണിക്കണ കുഞ്ചു. അവൻ ചായ കുടിക്കാട്ടോ. അവന് മുഖം കാണിക്കാൻ താല്പര്യമില്ല. അവിലും ചായയും കുടിക്കാൻ. തണ്ണിമത്തൻ്റെത് അവർക്കുള്ളത് അവർ തണുപ്പിക്കാൻ വെച്ചേക്കണം ഫ്രിഡ്ജിൽ. ഞാൻ പിന്നെ എനിക്ക് തണുപ്പ് പറ്റാത്ത കാരണം കൊണ്ടും എനിക്കിപ്പോൾ ആ തണുപ്പ് കഴിക്കാനുള്ള മൂഡില്ലാത്തത് കൊണ്ടും ഞാൻ തണുപ്പില്ലാത്ത കഴിച്ചു. അവരത് അവർ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മാറ്റി ഇറങ്ങാൻ വിചാരിക്കുക കേട്ടോ. ഞാൻ 1 മണിക്കൂർ ഉറങ്ങണം എന്ന് വിചാരിച്ചത്. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്നെ പിടിച്ചാൽ കിട്ടില്ല, ഞാൻ എണീക്കില്ല. പിന്നെ പാല് വാങ്ങാൻ പോകാനൊക്കെ ആയിട്ട് 10 മണിക്ക് തന്നെ എണീക്കണം. 10 മണിക്ക് മിൽമ പൂട്ടപ്പം അതിന് കണക്കാക്കി ഞാൻ 9:30 എണീക്കുള്ളൂ. അതുവരെ ഞാൻ കണ്ണ് തുറക്കേ ഇല്ല. ഇവർ വിളിക്കും, പക്ഷേ ഞാൻ എണീക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു 7:30-8 മണി വരെ വണ്ടി എടുത്ത് ഓടിയിട്ട് പാലും സാധനമൊക്കെ വാങ്ങി വീട്ടിൽ കയറി വരാമെന്ന് അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതല്ല, അതിൻ്റെ മുന്നേ ഉറക്കം വരാണെങ്കിൽ അതിൻ്റെ മുന്നേ ഞാൻ വരും. എൻ്റെ കണ്ണുകളൊക്കെ കണ്ടോ ഗൈസ്, ഒക്കെ വന്നിട്ട് എന്നിട്ട് ഉറങ്ങാം.
അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനേ അവിൽ കുഴച്ചു, തേങ്ങയും പഞ്ചസാരയും മാത്രം ചേർത്ത് അവിൽ കുഴച്ചു. ചായക്ക് പിന്നെ കുഞ്ചൂസ് തണ്ണിമത്തൻ കലക്കിയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ 6 ഗ്ലാസ് കുടിച്ചു. അപ്പോൾ ഞാൻ ദേ പോകാൻ നിൽക്കാട്ടാ. എൻ്റെ സ്പീക്കറൊക്കെ ഞാനിപ്പോൾ എപ്പോഴും മറക്കാണ്ട്. ഇത് ഭയങ്കര ക്യൂട്ടല്ലേ സാധനം. നോക്കാം എത്ര ദിവസത്തേക്കുണ്ടാവും. കുഞ്ചൂസ് ഞാൻ അങ്ങോട്ട് പോകണം. നീ പറഞ്ഞേ നോക്കട്ടെ, മുഖത്ത് നോക്കട്ടെ. കുഞ്ചൂസിൻ്റെ മുഖത്ത് കുരുക്ക് പൊന്തി, പ്രേമ കുരുക്ക് പൊന്തിയിട്ടാ. പിന്നെ അവൻ്റെ മൂക്കുമ്പളത്തെ കുരു പൊട്ടിച്ച്. അത് ശരിക്കും പൊട്ടിക്കാൻ പാടില്ല, അതിൻ്റെ വെള്ളം തട്ടി എല്ലായിടത്തേക്കാവും. ഇങ്ങോട്ട് നോക്കട്ടെ, അപ്പുറത്തെ കൂടെ നോക്കട്ടെ. 2 കവളത്തും കുരു പൊന്തിയുണ്ട് അല്ലേ. അപ്പുറത്ത് ഇതിവിടെ ഉണ്ടായിരുന്നില്ല, അതൊരു അതവിടെ. ഞാൻ പറഞ്ഞു ഈ എണ്ണ പലഹാരമൊക്കെ തിന്നാനുണ്ടാവുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ അവിലാണ് കുഴച്ചത്. ഇപ്പോൾ കുഞ്ചൂസ് പറയുന്നുണ്ട് എണ്ണക്കടി നിർത്തണം എന്നുള്ളത് കേട്ടോ. എൻ്റെ വണ്ടി ഇത് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. കുഞ്ചുവിൻ്റെ പരിപാടിയാണ്. 2 ആളും മത്സരം വണ്ടി ഗേറ്റിൻ്റെ പുറത്തിറക്കാനായിട്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം അല്ലേ. സൈക്കിൾ 2 ദിവസം കൊണ്ട് റെഡിയാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പോയി വന്നിട്ട് കാണാം. ഗേറ്റ് ശരിക്കും ടൈം ടേബിൾ നോക്കട്ടെ. എന്തായാലും ഞാൻ പോട്ടെ. ഹായ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാട്ടോ ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെയും കൂടിയിട്ട് എടുത്തിട്ട് 2ഉം കൂടി ഒരുമിച്ചായിരിക്കും വീഡിയോ ഇടാൻ പോകുന്നത്. ഇന്നലെ എനിക്ക് ആ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം 9:45 കഴിഞ്ഞ് 10 മണിക്ക് ആവാനായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്നലെ അത്യാവശ്യം നല്ല ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നിർത്തിപ്പോയത് ചെയ്തു കേട്ടോ. കാരണം എനിക്കിന്ന് രാവിലെ ചായ കച്ചവടത്തിന് പോകാനുള്ള കാരണം ഇന്നിപ്പോൾ ശബ്ദം അടഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്നോട് മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ നേരത്തൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, എന്താ സുഖമില്ലാത്ത, എന്താ നല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ. ശബ്ദം അടഞ്ഞിട്ട് എല്ലാവർക്കും തോന്നണമെന്നില്ല, എല്ലാവരും ഇതല്ല ഞാൻ പറയണത്. ചില ആളുകൾ ഞാൻ ചോദിച്ചിരുന്നു. എന്നുവെച്ചാൽ അവർ ഡെയിലി സംസാരിക്കണല്ലേ, അപ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ എനിക്ക് ഇന്നിപ്പോൾ കുറച്ച് എന്താ പറയുക, വീട്ടിലേക്ക് എത്തിയതിന് ശേഷമൊക്കെയാണ് എനിക്ക് തോന്നിയത് ശബ്ദം അടഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം അതങ്ങനെ പിന്നെ അപ്പം ചെറുതായിട്ട് ശബ്ദം അടഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ചുണ്ടൊക്കെ പൊട്ടാനായ ഒരു കാലാവസ്ഥയാണെന്ന് തോന്നുന്നത്. എന്താണെന്നറിയില്ല. ചുണ്ടുമ്പോൾ ഇങ്ങനെ തോലൊക്കെ പോയിട്ടേ നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ തേൻ പരട്ടി കൊടുത്തു. പണ്ട് യൂട്യൂബിൽ ഏതൊക്കെയോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, തേൻ രാത്രി കിടക്കുമ്പോൾ തേൻ പരട്ടണം നല്ലതാണെന്ന് കണ്ടൊരോർമ്മ. എന്തായാലും ദോഷമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് ഞാൻ പിന്നെ നോക്കിയിട്ടൊന്നുമില്ല, യൂട്യൂബ് നോക്കിയിട്ടൊന്നുമില്ല. മുമ്പ് കണ്ടൊരു ഓർമ്മയ്ക്ക് തേനുണ്ടായിരുന്നു അവിടെ. അത് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ മുമ്പ് വീഡിയോസ് എന്തോ കണ്ടിട്ട് മുഖത്ത് തേക്കാമെന്നും പറഞ്ഞിട്ട് വാങ്ങിയതാണ്. നല്ല വിലയുണ്ട് കേട്ടോ തേനിന്. പക്ഷെ ഞാനത് മുഖത്ത് തേച്ചിട്ടൊന്നുമില്ല. അതിങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. പിന്നെ അതിനെപ്പറ്റി ഓർത്തന്നില്ല. പിന്നെ ഇടയ്ക്ക് എപ്പോഴും നന്ദു പറഞ്ഞിരുന്നു അവൻ കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. തേനിന് മധുരമാണല്ലോ. അപ്പം ഇന്നിപ്പോൾ അങ്ങനെ ഓർത്തപ്പോഴേ ചുണ്ട് ഭയങ്കര വേദന. കാറ്റത്ത് വലിയനാണോ ആ ടൈമൊക്കെ ആയോ? പണ്ടൊക്കെ ആണല്ലോ അങ്ങനെ ഒരു ടൈമിൽ കാറ്റൊക്കെ കൂടുമ്പോഴൊക്കെ ചുണ്ടിങ്ങനെ വലിഞ്ഞ് പൊട്ടുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. പക്ഷെ എനിക്ക് കുറേ കാലമായിട്ട് അങ്ങനെ ഇല്ലായിരുന്നു. കാണുന്നില്ലേ ഈ ഭാഗത്ത് ചുവപ്പ് കളറ്. അപ്പോൾ വേറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്ന് ശനിയാഴ്ചയാണ്. രാവിലത്തെ മാർക്കറ്റിൽ പോക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടെത്തി. പിന്നെ ഉണ്ടല്ലോ, നോമ്പ് തുടങ്ങിയത് കൊണ്ട് കുറേ പേരൊന്നും ചായ കുടിക്കാത്ത കാരണം കുറച്ച് ചായ ഇന്ന് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ലേറ്റായി. ഞാനൊരു 4:20 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണതാണ്. പക്ഷെ ഇന്ന് 4:30 ആയിട്ടുണ്ട് നടത്തുമ്പോൾ. ശരിക്കും 4 മണിക്കൊക്കെ അവിടെ എത്തുകയാണെങ്കിൽ കുറച്ച് ചായ അപ്പം തന്നെ തീരെയായിരുന്നു. പക്ഷെ എന്തോ ഇറങ്ങാൻ താമസം. അപ്പോൾ ഞാനിപ്പോൾ 2ാമത് വാങ്ങിയ സ്പീക്കർ, ബ്ലൂടൂത്ത് സ്പീക്കർ, അത് കംപ്ലൈൻ്റ് ആയിട്ടാണ്. മുമ്പത്തെ ആ ഒരു സ്പീക്കർ കേടായപ്പോൾ തന്നെ ചാർജ് കുത്തുന്ന ആ സാധനം അതിൻ്റെ ഉള്ളിലേക്ക് വീണുപോയി. ഇന്ന് രാവിലെ തന്നെ എൻ്റെ മൂഡ് മൊത്തം പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവനാണത്. കാരണം ഭയങ്കര വൈബാണ് പാട്ട് വെച്ചിട്ട് വണ്ടി ഓടിച്ചിങ്ങനെ പോകാനായിട്ട്.
എന്താ പറയുക, ഉറക്കമൊന്നും വരുന്നില്ല. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടാട്ടോ ഓരോ പാട്ട് കേട്ട് അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അതൊന്ന് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അതൊന്ന് ഇത്തിരി സമയം നോക്കി നിന്നു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സമയം പോയത്. അപ്പം ഇനി എന്തായാലും നല്ല നോക്കി വാങ്ങണം. കുറേ നോക്കി വാങ്ങിയിട്ടായിരിക്കാം അങ്ങനെ. പിന്നത്തെ വിശേഷം, ഇപ്പം മാങ്ങക്കാലാണ്. ഞങ്ങളുടെ മുറ്റത്തും മാവുണ്ട്. നമ്മൾ വാടകയ്ക്കാണ്, പക്ഷെ എന്നാലും നമ്മുടെ മുറ്റത്ത് മാവുണ്ട്. ഇവിടെ പിള്ളേർക്കൊന്നും പറക്കി വെച്ചിട്ടൊന്നും അവർക്ക് കുഞ്ചൂസും നല്ല കഴിച്ചിട്ടാണ് മാവ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിലെത്തും വരെ ഈ മാങ്ങ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്ന് മാങ്ങൊക്കെ പെറുക്കിയും പറിച്ചും ഒക്കെ തിന്നിട്ടൊക്കെയാണ് സ്കൂളിലെത്തുക. ഈ ഒരു വലുപ്പത്തിലുള്ള മാങ്ങ ഇത് ഞങ്ങളുടെ മുറ്റത്തുണ്ടായതാണ്. ഇത് കണ്ടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ. പക്ഷെ നമ്മളിതൊന്നും പൊട്ടിക്കണില്ല. ഒന്നുണ്ട്. ഇതിങ്ങനെ ഇത് കടിച്ച് കളയണം, തിന്നാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ ഹൗസ് ഓണർ വീട് കിട്ടാവും. ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അതിങ്ങനെ വഴിയാണ്. കുഞ്ചൂസൊക്കെ ഇടയ്ക്ക് സ്കൂളിട്ട് വരുമ്പോൾ അതിന് വരാം. പണ്ടത്തെ ഒരു ഓർമ്മല്ല, ഇങ്ങനെ ഓടൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഇങ്ങനത്തെ ഒരു വീട് ഭയങ്കര ഇഷ്ടമാണ്. ഈ പണ്ടത്തെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ വീട്, നമ്മളെ പണ്ടത്തെ സ്കൂളൊക്കെ കാണുമ്പോൾ അതെല്ലാവർക്കും അങ്ങനെയല്ലേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തി പൊരിച്ചതുണ്ട്, മത്തിക്കറിയുണ്ട്, പിന്നെ മുതിര ഉപ്പേരിയുണ്ട്, മുതിര തോരൻ വയ്ക്കില്ലേ അതുണ്ട്, പിന്നെന്താ പിന്നൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ഞാൻ ഈ പൊരിച്ച സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെ ഞാൻ പപ്പടം ഒന്നും പൊരിക്കില്ല. പപ്പടം ഉണ്ട്, അപ്പോൾ പൊരിച്ചതെല്ലാം കൂടി വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ചോറ് തിന്നിട്ട് പിന്നെ ഒരു 3 മണിക്ക് ആകുമ്പോൾ വണ്ടി എടുത്ത് ഓടാൻ പോകണം. ഉറങ്ങിക്കഴിഞ്ഞാൽ മൂട് മൊത്തം പോവും, പിന്നെ രാത്രി വരെ ഉറങ്ങിപ്പോവും. നന്ദി ഉറങ്ങിയിട്ട് വന്നിട്ട്. അപ്പം ഇന്ന് ഈ പ്ലേറ്റിലാണ് ഞാൻ ചോറിനാൻ പോണത്. ഞാൻ ഭക്ഷണമൊക്കെ എടുത്തതിന് ശേഷം കാണിച്ചാൽ. ഇന്നത്തെ ചോറിന് സ്പെഷ്യൽ മുതിര തോരനുണ്ട്, അതേപോലെ മത്തിക്കറിയുണ്ട്, തേങ്ങ അരച്ച് വെച്ച മത്തിക്കറി കേട്ടോ. പിന്നെ മത്തി പൊരിച്ചതുണ്ട്. കുഞ്ഞമത്തിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ മുതിര, പയറ്, ഈ വമ്പയറൊക്കെ ഇല്ലേ, വമ്പയർ, മുതിര, അതേപോലെ കടല, ചെറുകടല, വൻകടല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളെപ്പോഴും വാങ്ങിയിരുന്നു. മാവേലി സ്റ്റോറിൽ നിന്നൊക്കെ നന്നായി സാധനങ്ങൾ മേടിക്കുമായിരുന്നു. അപ്പോൾ ഈ മുതിരൊക്കെ മിക്കവാറും ഉണ്ടാവാറുണ്ട് കേട്ടോ. അന്ന് ഞങ്ങൾ നന്നായി കഴിക്കാറുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇത് കുറേ കുറഞ്ഞത്. പക്ഷെ എന്നാലും ഞാനത് ആലോചിച്ച് ഓർത്തെടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വാങ്ങി ഉണ്ടാക്കി മക്കളെ കൊണ്ട് കഴിപ്പിക്കാറുണ്ട്. പിള്ളേർക്ക് ഇഷ്ടമാണ്, അത് കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ അപ്പം എന്തായാലും ഞാൻ ചോറ് തിന്നട്ടെ. കുടംപുളി ഇട്ട് വെച്ചതാട്ടോ മീൻകറി. എരിവൊക്കെ കുറച്ച്, എരിവൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടൊന്നുമല്ല കറിയൊന്നും വെച്ചിട്ടുള്ള. മറ്റേത് എരിവ് ഭയങ്കര കൂടുതലാണ്. കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര എരിവായിരുന്നു.
കഴിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. എരിവ് കൂടിയിട്ട് അതിങ്ങനെ അളവില്ലാണ്ടപ്പോൾ മുളക് പൊടി ഇട്ടു, പച്ചമുളക് ഇട്ടു, എല്ലാം കൂടിയായപ്പോൾ എരിവ് കൂടി. പിന്നെ മുളകിട്ട് വെച്ച കറിയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ തേങ്ങ അരച്ച കറിയാണ്. തക്കാളിയും സവാള അതിൽ വേണ്ട എല്ലാ കഷ്ണങ്ങളും തേങ്ങയെല്ലാം കൂടി അരച്ചിട്ട് ഉള്ള കറിയിൽ ഇപ്പോൾ കളയാനായിട്ട് കറിവേപ്പിലയും പിന്നെ കുടംപുളിയുടെ ചെറിയ ചെറിയ പീസുകൾ അത്രയേ ഉള്ളൂ. എനിക്ക് പൊതുവെ കുടംപുളിട്ട് വെച്ച കറി ഇഷ്ടം. നമ്മൾ വീട്ടിൽ നിന്ന് കുടംപുളിട്ട കറി കൂട്ടിയിട്ടേ കോൽപ്പുളിയിട്ട കറി കൂട്ടും. ഇവിടെ ഈ വാളംപുളിയാണ് അധികം കറിക്ക് ഉപയോഗിക്കുന്നത്. സാമ്പാറിനൊക്കെ ഉപയോഗിക്കണ മീൻ എന്നാ പറയുന്നത്, സാമ്പാറിനൊക്കെ ഉപയോഗിക്കണ പുളി. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ കുടംപുളിയാണ് ഉപയോഗിക്കുക. വാളംപുളി അങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ഞാനത് നന്ദുവിൻ്റെ കുഞ്ചുസിൻ്റെ അച്ഛൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അവിടങ്ങളിലൊക്കെ ഇവരച്ഛൻ്റെ ഇവിടെ കോഴിക്കോട് വന്നിട്ട് അവിടങ്ങളിലൊക്കെ കോൽപ്പുളി തന്നെയാണ്. ഞങ്ങളുടെ കോൽപ്പുളി എന്ന് പറയാം, ഇവരുടെ വാളംപുളി എന്ന് പറയാം. അപ്പം എന്തായാലും ഞാനിപ്പോൾ വെച്ചിട്ടുള്ള കറി കുടംപുളി ഇട്ടുള്ള കറി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചോറ് തിന്നിട്ട് നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ പോയി കഴിക്കുക എല്ലാവരും കേട്ടോ. സമയം 2:15 ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 3 മണി ചിലപ്പോൾ 3:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് വിചാരിക്കണം. ഒരു 9 മണിക്ക് വരെ ഓടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാമല്ലോ. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തരാം.